പ്രിയപ്പെട്ട കൂട്ടുകാരെ, റിട്ടയർമെൻറ്റ് ലൈഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു നാടൻ വിഭവമാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ എല്ലാവരും വരും, നമുക്കതിൻ്റെ പണിപ്പുരയിലേക്ക് പതുക്കെ പ്രവേശിക്കാം. നമ്മളിന്ന് ശീമച്ചേമ്പ് കൊണ്ടുള്ള ഒരു ഓലനാണ് തയ്യാറാക്കുന്നത്. ശീമച്ചേമ്പ് മാത്രം പോരാ, അതിൻ്റെ കൂടെ കുറച്ച് പച്ചപ്പയറും കൂടെ ആവശ്യമുണ്ട്. പച്ചപ്പയറും ശീമച്ചേമ്പും കൂടിയുള്ള ഒരു ഓലനാണ് നമ്മൾ തയ്യാറാക്കുന്നത്. ഓലൻ നമ്മുടെ സദ്യകളിൽ ഒഴിവാക്കാൻ പറ്റാത്തൊരു വിഭവമാണ്. നമ്മൾ സാധാരണയൊക്കെ എപ്പോഴും കുമ്പളങ്ങ കൊണ്ടൊക്കെ അല്ലേ തയ്യാറാക്കുക. അപ്പോൾ നമുക്കൊന്ന് മാറ്റിപ്പിടിക്കാം. പല തരത്തിലും ഓലൻ ഉണ്ടാക്കാം. അപ്പോൾ നമ്മളിന്ന് ഇത് ശീമച്ചേമ്പും 4 ചേമ്പാണ് എടുത്തിട്ടുള്ളത്. അതിനൊരു പിടി പയറാണ് ആവശ്യം. ഒരു കൈപ്പിടി വലിയ പയർ, എന്നിട്ടത് പൊട്ടിച്ചെടുക്കണം. ചേമ്പ് നന്നാക്കി വെള്ളം തെളിയുന്നത് വരെ കഴുകുക. 4 വട്ടമൊക്കെ കഴുകേണ്ടി വരും. അങ്ങനെ കഴുകി പിന്നെ നമ്മൾ കഴുകിയെടുത്ത പയറും പിന്നെ പച്ചമുളക് മാത്രമാണ് ഇതിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിന് എരിവിന് ആവശ്യമുള്ള പച്ചമുളക് എടുക്കുക. ഞാൻ ഒരു 6 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അത് എരിവുള്ള പച്ചമുളകാണോ ഒക്കെ നോക്കിയിട്ട് എല്ലാവരും എടുക്കുന്ന കഷ്ണത്തിൻ്റെ അളവിനനുസരിച്ച് അതിലൊക്കെ മാറ്റം വരുത്തണം. പിന്നെ ഒരു 3-4 തണ്ട് കറിവേപ്പില. ഇത്ര നല്ല ടേസ്റ്റുള്ളൊരു കറിയാണിത്. ഇത് ഉണ്ടാക്കാൻ ഈ ചേമ്പൊക്കെ നുറുക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ വലിയ പണിയൊന്നുമില്ല. ഇത് നമ്മൾ ഒന്നുകിൽ മൺപാത്രത്തിൽ തയ്യാറാക്കണം, അല്ലെങ്കിൽ കൽച്ചട്ടിയിൽ തയ്യാറാക്കണം. ഈ 2 പാത്രങ്ങളിൽ തയ്യാറാക്കണം. ഇത് നമ്മൾ സാധാരണ കുക്കറിലൊന്നും അടിച്ച് വേവിച്ച് കഴിയുമ്പോൾ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ ഇന്ന് കൽച്ചട്ടിയിലാണ് തയ്യാറാക്കാൻ പോകുന്നത്. ഇതിങ്ങനെ പല പ്രാവശ്യം കഴുകണം, തൊലി കളഞ്ഞതിന് ശേഷം. ലാസ്റ്റ് കഴുകലിനോട് കൂടെ ഇതിൽ അവശേഷിക്കുന്ന അരികിലും മൂലയിലൊക്കെയുള്ള കുറച്ച് ഈ തൊലിയൊക്കെ ഉണ്ടാവും, അതൊക്കെ എടുത്ത് കളയണം. കൽച്ചട്ടി അടുപ്പത്ത് വെക്കുമ്പോൾ വെള്ളം വെച്ചിട്ട് വെക്കാവൂ. എന്നിട്ട് ആ വെള്ളത്തിൽ കുറച്ച് ഉപ്പ് ഇട്ടിട്ട് ആ വെള്ളം തിളച്ച് വരുമ്പോഴത്തേക്ക് പയറങ്ങ് ഇട്ട് കൊടുക്കുക. പച്ചമുളകും പയറും കറിവേപ്പിലയും കൂടി അതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇത് പതുക്കെ വേകുമ്പോഴേക്കും നമ്മുടെ ചേമ്പ് കഴുകി നുറുക്കി കൊണ്ടുവരാം. ഒരു 3-4 കഴുകണം ചേമ്പ്. എന്നിട്ട് അതിനെ വട്ടത്തിൽ നുറുക്കിയെടുക്കുക. ഞാൻ വട്ടത്തിലാണ് നുറുക്കുക. എങ്ങനെ നുറുക്കിയാലും ഇത് അവസാനം നമ്മൾ ഉടയ്ക്കും. അപ്പോൾ അതിൻ്റെ ഷേപ്പ് എന്ന് പറഞ്ഞാൽ നുറുങ്ങിയ കഷ്ണങ്ങളായിരിക്കും. അപ്പോൾ വട്ടത്തിൽ നുറുക്കുമ്പോൾ നമുക്ക് എളുപ്പമുണ്ട്. എങ്ങനെയായാലും ഒരു 2 തിളച്ചാൽ വേവുന്നൊരു സാധനമാണ് ചേമ്പ് എല്ലാം നുറുക്കി നന്നാക്കി നമ്മൾ എടുത്തു വെക്കുക. എന്നിട്ട് ഈ പയറ് തിളച്ച് വരുന്നതിലേക്ക് അതിട്ട് കൊടുക്കുക. ഉപ്പ്, പച്ചമുളക്, പയറ്, ഇത്ര സാധനങ്ങളാണ് അതിൽ കിടന്ന് തിളയ്ക്കുന്നത്. അതിലേക്ക് നമ്മൾ ഈ ചേമ്പങ്ങ് ഇട്ട് കൊടുക്കുക. വേഗം വേവുന്ന സാധനമാണ്. കൽച്ചട്ടി എന്ന് പറഞ്ഞാൽ ഭയങ്കര ചൂടായിരിക്കും. അപ്പോൾ കൽച്ചട്ടിയിൽ നമ്മൾ വെക്കുമ്പോൾ വെള്ളത്തിൻ്റെ അളവ് എപ്പോഴും ശ്രദ്ധിക്കണം. ഇതിലേക്ക് കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് കൊടുക്കണം. വെള്ളമില്ലാതെ കൽച്ചട്ടി അടുപ്പത്ത് വെക്കാനേ പാടില്ല. അപ്പോൾ കൽച്ചട്ടി അതിലേക്ക് നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ്. കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്ത് മൂടി വെച്ച് 2 തിള കളിക്കുമ്പോഴേക്കും അത് വേവും. വെന്ത് കഴിഞ്ഞാൽ അതിന് വേണ്ട തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കുക. ഉടച്ച് കൂട്ടുക, തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കുക. കുറച്ച് പിന്നെ വെളിച്ചെണ്ണ, തീയെല്ലാം കെടുത്തിയതിന് ശേഷമാണ് ഈ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കേണ്ടത്. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് കുറച്ച് കറിവേപ്പില ഊരി അതിൻ്റെ മുകളിലിട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഓലൻ തയ്യാറായി. ഇത്രയാണ് ഓലൻ്റെ പ്രോസസ്സ്.
പ്രിയപ്പെട്ട കൂട്ടുകാരെ, അപ്പം നമ്മളുടെ ഓണം സ്പെഷ്യൽ ഓലൻ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വളരെ രുചികരമായ ഒരു വിഭവമാണ് ഈ ഓലൻ. അപ്പോൾ ചേമ്പും പച്ചപ്പയറും കൂടിയുള്ള ഓലൻ എല്ലാവരും ഈ ഓണത്തിന് തയ്യാറാക്കി നോക്കുക. വളരെ രുചികരമാണ്. അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല ഓണക്കാലം ആശംസിക്കുകയാണ്. എല്ലാവർക്കും നന്മകൾ ഒന്നിനുമേലൊന്നായി വന്നു നിറയട്ടെ. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഞാൻ തയ്യാറാക്കിയ ഈ കറിക്കും എല്ലാവർക്കും ഓണാശംസകൾ. താങ്ക് യു.